ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് സ്വാഗതം. ആദ്യമേ നിഫ്റ്റി തന്നെ പരിശോധിക്കാം. ഇന്ന് ഏതാണ്ട് 150 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയ നിഫ്റ്റി ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഓൾ ടൈം ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ലഭിക്കുമെന്ന് കരുതി നാം രേഖപ്പെടുത്തിയിരുന്ന 22,609 എന്ന ലെവലിന് മുകളിൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ സെൽ ഓഫ് ആയിരുന്നു. വളരെ വോളറ്റൈൽ ആയിരുന്നു. ഈ ട്രേഡ് ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഈ ട്രേഡ് വളരെ നല്ല രീതിക്ക് ഈ ലെവലിൽ നിന്നും എനിക്ക് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ വീണ്ടും ഇതിനു മുകളിൽ കയറാതെ നിഫ്റ്റി ക്ലോസ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു പുട്ടെടുത്ത് അതേ രീതിയിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു, ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് വാട്സപ്പ് ചാനലിൽ കൃത്യമായ ട്രേഡുകൾ കൊടുക്കുന്നതിൽ ഞാൻ പരാജയപ്പെടുക തന്നെയാണ് ചെയ്തത്. എന്നാൽ ഈ ലെവലിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് കണ്ടപ്പോൾ ഈ ലെവൽ ചെക്ക് ചെയ്യുക, കൃത്യമായും 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോൾ ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ മാത്രം ട്രേഡിൽ ജോയിൻ ചെയ്യുക. വോൾട്ടൈൽ ആണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ വീണ്ടും അവിടെ നിന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത്. വീണ്ടും അതേ ലെവലിൽ കയറി വന്നെങ്കിലും ഇവിടെയും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഇവിടെ എവിടെയും മുകളിലായി വരുന്നില്ല. ഇതെല്ലാം സെല്ലിംഗ് ക്യാൻഡിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും ഒരു ബൈ ലഭിച്ചിരുന്നില്ല, വീണ്ടും സെൽ ഓഫ് കിട്ടി. എന്നാൽ എന്നെ സംബന്ധിച്ച് ഇവിടെ നിന്നും വീണ്ടും ഈ റേഞ്ചിലോട്ടുള്ള വോൾട്ടൈലായ ഒരു ട്രേഡ് എൻ്റർ ആവാൻ കഴിഞ്ഞു. അതിനുശേഷം വെയിറ്റ് ചെയ്തു. ഈ ഏരിയയിൽ നിന്നും ഒരു ട്രേഡ് ബുക്ക് ചെയ്ത് എൻ്റർ ചെയ്ത് നല്ല സ്റ്റോപ്പ് ലോസ് ഈ ലെവൽ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഹോൾഡ് ചെയ്തു. അതിൻ്റെ ലോജിക്ക് ഇതിൽ ലഭിച്ചിരുന്നതിൻ്റെ ഒരു 1/3 ലോസ് വരത്തക്ക രീതിയിലുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ 1/3 ലോസ് വന്നാൽ അത് ബെറ്റ് ചെയ്യുക. അപ്പോൾ ആ ലെവലിൽ എടുത്ത് ഹോൾഡ് ചെയ്തു. ഏറെ നേരം കാത്തു നിന്നതിന് ശേഷമാണ് ഈ ട്രേഡ് സക്സസ് ആയത്. എന്നാൽ ഇത് ചാനലിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു ലെവൽ ആയിരുന്നില്ല. കാരണം 50 പോയിന്റിനടുക്കെ നിഫ്റ്റിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഉള്ളതിനാൽ അത്രയും റേഞ്ചിലുള്ള ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ഉചിതമല്ലാത്തത് കൊണ്ട് തന്നെ ഇതെനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇതൊരു കറക്റ്റ് പൊസിഷൻ വന്നതിന് ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ ലഭിക്കുകയോ ഒരു എൻട്രി നൽകുകയോ ചെയ്യാതിരുന്നതിനാൽ അങ്ങനെ ഇന്ന് വാട്സപ്പ് ചാനൽ കൊടുക്കാതെ പോകേണ്ടി വന്നു. ഈ റേഞ്ചിൽ നിന്നും എക്സിറ്റ് ആയെങ്കിലും വീണ്ടും ഇതേ ലെവലിൽ തന്നെ ജോയിൻ ചെയ്ത് ഈ റേഞ്ചിൽ ടാർഗറ്റ് കവർ ചെയ്തിരുന്നു. എന്നാൽ ഈ ലെവലിൽ ഒരു ടാർഗറ്റ് തിക്ക് ബ്ലൂ ലൈൻ രേഖപ്പെടുത്തിക്കൊണ്ട് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും അത് ടൈമിൽ ഡെലിവർ ആകാതെ വന്നിരുന്നുകൊണ്ട് മൊബൈലിൽ കൂടി അത് ചെയ്യുമ്പോൾ അത് ഡെലിവർ ആകാതെ വന്നിരുന്നു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് പ്രയോജനപ്പെട്ടില്ല. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഹീറോ സീറോ ഇന്ന് 2 നല്ല ട്രേഡുകളാണ് ലഭിച്ചത്. ഹീറോ സീറോ എന്ന് പറയേണ്ടി വരും. നല്ല ട്രേഡുകളാണ് ലഭിച്ചത്. എങ്കിലും അത് ചാനലിൽ ആർക്കും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൃത്യമായി അനലൈസ് ചെയ്യാൻ കഴിയുന്നവർക്ക് അത് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് ലെവലുകൾ എന്താണ് എന്ന് പരിശോധിക്കാം. 22,592 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 22,468 എന്ന ലെവൽ ആദ്യത്തെ സപ്പോർട്ട് സോണായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെവലിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക്, അത് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയല്ലോ അഥവാ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ, സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. എന്നാലും ഇന്നത്തെ ഹൈ ആയ ഈ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു അപ്വേർഡ് ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് ഒരു അപ്വേർഡ് ഡയറക്ഷൻ തന്നെ തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെങ്കിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കേണ്ടുന്ന ടാർഗറ്റുകൾ ആണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 22,668, 22,734, 811 എന്ന ലെവലുകളാണ് അവ ഇനി ലഭിച്ചേക്കാവുന്ന കരുതുന്നത്. ഈ ലെവലിന് മുകളിൽ ഇന്നത്തെ ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ലഭിച്ചേക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകളാണ്. ഇതെല്ലാം നാളെ ലഭിക്കണമെന്നല്ല, എന്നാൽ ഇത് ഇങ്ങനെയാണ് ലഭിക്കേണ്ടതെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ ഈ ഏരിയയിൽ നിന്നും ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നാളെ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഒരു ഈ ഏരിയയിൽ ഇവിടെയായിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ 22,560 എന്ന ലെവലിന് മുകളിലായിട്ട് ഇവിടെ ഓപ്പൺ ആവുകയാണെങ്കിലും ഈ ലെവലിന് മുകളിൽ
ക്യാൻഡിലുകൾ കിടന്നാൽ പോലും ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്നതെങ്കിൽ ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഇന്നത്തെ ഹൈ സ്റ്റോപ്പ് ലോസ് പോയിന്റായി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കേണ്ടുന്ന പ്രധാന ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് 22,468 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ തുടർന്ന് പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാണാമെന്ന് കരുതുന്നു. 22,424, 22,384, 22,346 എന്നീ ലെവലുകളാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ നാളെ ഫ്രൈഡേ ആണ്. ഈ ഏരിയയിൽ ചിലപ്പോൾ ഒരു കൺസോളിഡേഷൻ മൂവ്മെന്റിനായിരിക്കാം കൂടുതലും ചാൻസ്. അതല്ല അപ്വേർഡ് ഡയറക്ഷൻ തന്നെയാണ് എങ്കിൽ നാളെയും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലെവലിന് മുകളിൽ ഈ ഏരിയയിൽ ഇവിടെയായിട്ട് വേണമെങ്കിലും 22,668 എന്ന ലെവലിൽ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിങ്ങിന്റെ ലോജിക്ക് ഓപ്പണിംഗിൽ ഫസ്റ്റിലെ തന്നെ ഇന്ന് മോർണിംഗിൽ തന്നെ ലഭിച്ച പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാനുണ്ടായ ലോജിക്ക് ഇന്നലെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തിരുന്നവർ അഥവാ ഇനി നമ്മുടെ സ്റ്റോക്സ് ആണെങ്കിലും ഇന്ന് ഇത്രയും വലിയ ഒരു ഗ്യാപ്പ് അപ്പ് ലഭിച്ചപ്പോൾ തീർച്ചയായും പ്രോഫിറ്റ് ബുക്കിംഗ് എടുത്തിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. അപ്പോൾ അതിന്റെ ഒരു മൂവ്മെന്റ് ആണ്. നല്ല വോളറ്റൈൽ ആയിരുന്നു. സാമാന്യം നല്ല ട്രേഡുകൾ കൃത്യമായി ട്രേഡ് ചെയ്യാൻ അറിയുന്നവർക്ക് ലാഭം നല്ല രീതിയിൽ വളരെ നല്ല ലാഭം ലഭിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നാളത്തെ ലെവലുകൾ എന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് നല്ല ഗ്യാപ്പ് അപ്പ് ആണ് തന്നിരുന്നത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകളെല്ലാം വളരെ കൃത്യമായി തന്നെ പ്രൈസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റിലും. അപ്പോൾ നാളത്തേക്ക് 48,149.50 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് ഏരിയയായി ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ 47,982 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോൺ ആയിട്ട് കണക്കാക്കുന്നത്. ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു 5-15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. എന്നാൽ ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ് ആദ്യമായി നമുക്ക് ലഭിക്കേണ്ടുന്ന ടാർഗറ്റ്. അങ്ങനെ ലഭിക്കുന്ന പക്ഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുമെന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അതുവരെ രേഖപ്പെടുത്തിയ ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. പ്രധാനമായും ഇന്നത്തെ ഹൈക്ക് മുകളിൽ തന്നെ ക്ലോസ് ആവണം. 48,258 എന്ന ലെവലിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. എന്നാൽ ഈ ഏരിയയിൽ നിന്നും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷനാണ് കാണിക്കുന്നതെങ്കിൽ PE ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. എങ്ങനെയെങ്കിലും ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. കാണാമെന്ന് കരുതുന്നു. സപ്പോർട്ടുകളായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് 47,982, 47,895, 47,716 എന്ന ഇന്നത്തെ ലോ. അതിന് തൊട്ട് താഴെ 47,493 എന്ന ലെവൽ എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്വേർഡ് ഡയറക്ഷനിൽ 48,258, 48,309, 48,398, 48,642 എന്ന ടാർഗറ്റുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായി സെൻസെക്സ് എന്തായിരുന്നു ഇന്നത്തെ ലെവല് തന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. സെൻസെക്സും ഇന്നത്തെ മൂവ്മെന്റിൽ നിഫ്റ്റി നൽകിയ അതേ പാറ്റേൺ തന്നെയാണ് നൽകിയിട്ടുള്ളത്. സെൻസെക്സ് ട്രേഡ് ചെയ്തവർക്കും നല്ല റേഞ്ചിലുള്ള മൂവ്മെന്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാളെ പ്രധാനമായും ലഭിച്ചേക്കാവുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് സോണായി ഞാൻ കണക്കാക്കുന്നത് 74,427 എന്ന ലെവൽ തന്നെയാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് സോണായി 73,794 എന്ന ലെവലുമാണ്. ഇതിനിടയിൽ ഇത് ഇത്രയും റേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 74,097, 74,000 എന്ന ലെവലുകൾ ഒരു സപ്പോർട്ട് സോണായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെയാണ് നൽകുന്നതെങ്കിൽ ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അപ്വേർഡ് തന്നെ ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങി ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട്
അപ്വേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുമ്പോൾ ലഭിക്കേണ്ടുന്ന ടാർഗറ്റുകൾ 74,505, 74,691, 74,876, 75,104 എന്നീ ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ പ്രതീക്ഷയിൽ ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം അങ്ങനെയെങ്കിൽ എന്നാണ് കരുതുന്നത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം, അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. എന്നാൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ലഭിച്ച ഈ ഏരിയയിലാണ് ലഭിക്കുന്നതെങ്കിൽ പോലും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയവ. സപ്പോർട്ടുകളായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് 73,794, 73,635, 73,537, 72,785 എന്നീ ലെവലുകളാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായി സന്ദർശിക്കുന്നവരാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗുണകരമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ വാട്സപ്പ് ചാനലിലൂടെ ഞാൻ അവയ്ക്ക് മറുപടി നൽകുന്നതാണ്. ഇതുവരെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്തവർ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. നാളെയും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.